UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു PV അൻവർ. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ അടക്കം ശ്രമിച്ച ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് താൽപര്യമില്ല എന്നും ഗോഡ്ഫാദർ ഇല്ലാത്തതിനാൽ കോൺഗ്രസിൽ VS ജോയ് തഴയപ്പെട്ടുവെന്നും PV അൻവർ പറഞ്ഞു. പിണറായി സത്തിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാകാൻ എന്ത് യോഗ്യതയാണെന്നും PV അൻവർ. ഒളിഞ്ഞും തെളിഞ്ഞും പലതായി പറഞ്ഞ കാര്യങ്ങൾ ഒടുവിലിതാ PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തുമായി സന്ധിയില്ല, UDFുമായി യോജിക്കുന്നില്ല. ഈ നിലപാട് പറഞ്ഞത് രാവിലെ തന്നെ അൻവർ എത്തിയത് മാതൃഭൂമി ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടായിരുന്നു. ജോയിയുടെ പേര് കൺസിഡർ ചെയ്താൽ നന്നായിരുന്നു. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇല്ല. 10-20% ക്രിസ്ത്യാനികളുള്ള മണ്ഡലമാണ്. അപ്പോൾ പലതവണ അവർ ഈ വിഷയങ്ങൾ UDFിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട്. പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും വന്നു. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉച്ചയോടുകൂടിയാണ് ഒരു വിവാഹ വീട്ടിൽ വെച്ച് ആര്യാടൻ ഷൗക്കത്തും PV അൻവറും കണ്ടുമുട്ടുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ സൗഹൃദമുണ്ട്, സംസാരങ്ങളുണ്ട്, കുശലാന്വേഷണമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെയായി പിന്നീട് അൻവറിൻ്റെ തീരുമാനങ്ങൾ. വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. പിന്നാലെ PV അൻവർ പൊട്ടിത്തെറിക്കുന്നതാണ് കണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവറിന് പലതുണ്ട് ആരോപണങ്ങൾ. മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ, ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. പിണറായി സത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? നിങ്ങൾ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടക്ക് CPMനെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്തായാലും 2 ദിവസത്തെ സമയമാണ് തീരുമാനമെടുക്കാൻ അൻവർ പറഞ്ഞിട്ടുള്ളത്. UDFുമായി യോജിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. പക്ഷേ ഇത്രയൊക്കെ ആരോപണങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ച അൻവറിന് അതിന് സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. UDF നേതൃത്വം ഇത് ഉൾക്കൊള്ളുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുകയാണ് നേരെ മുന്നിൽ. മത്സരിക്കാൻ പോകുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുകയാണോ വേണ്ടത്, അതല്ല പിന്നെ UDFനെ പരാജയപ്പെടുത്തുകയാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കട്ടെ. അത്ര ഒപ്പം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ല, തീർച്ചയായിട്ടും അത് ഒരേ കാര്യങ്ങൾ പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തി. എന്നാലും നിലമ്പൂരിലെ ട്വിസ്റ്റ് അവശേഷിക്കുക തന്നെയാണ്. കോൺഗ്രസ് ഒരു ശാശ്വത ഫോർമുലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി PV അൻവറിന്റെ ഉത്തരം എന്തായിരിക്കും എന്നൊരു 2 ദിവസം കൂടി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.